അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ സ്വന്തം ഭൂമി വിട്ടു നൽകി പഞ്ചായത്ത് പ്രസിഡന്റ്. വയനാട് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV വിജേഷാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാനായി വിട്ടു നൽകിയത്. പിതാവിന്റെ ഓർമ്മയ്ക്കായാണ് ഭൂമി ഇദ്ദേഹം വിട്ടു നൽകിയത്. വൈത്തിരിയിലെ 20 അംഗൻവാടികളിൽ 3 അംഗൻവാടികൾക്ക് സ്ഥലമില്ലാത്ത പ്രയാസമുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം എന്നുള്ള നിലയിലേക്കാണ് കുന്നത്തുതോട്ടം അംഗൻവാടി സ്ഥിതി ചെയ്തിരുന്നത്. വാടകയ്ക്കായിരുന്നു. വളരെയേറെ കാലപ്പഴക്കവും സംബന്ധിച്ചിട്ടുണ്ടായി. സ്ഥലത്തിനു വേണ്ടി അന്വേഷിച്ച് നടന്നു. ഇപ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ വീട്ടിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒരു 2-3 വർഷം മുന്നേ അച്ഛനുമായി സംസാരിച്ച് ഞങ്ങൾക്കിവിടെ ഒരു 40 സെൻറ്റോളം ഭൂമിയുണ്ട്. അതിലൊരു 3.5 സെൻറ്റ് സ്ഥലം അംഗൻവാടിക്ക് വിട്ടുകൊടുക്കാൻ അച്ഛൻ തയ്യാറായി. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം ആലോചിച്ചു, അംഗൻവാടിക്ക് വിട്ടുകൊടുക്കുക നല്ല കാര്യത്തിനല്ലേ, ഈ സമൂഹത്തിനല്ലേ എന്നുള്ള കണ്ടുകൊണ്ട് തന്നെ കൊടുക്കുന്ന നിലയുണ്ടായി. അങ്ങനെയാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV വിജേഷ് സ്വന്തം ഭൂമി അംഗനവാടിക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചത്. വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് കുന്നത്തുതോട്ടം അംഗനവാടി പ്രവർത്തിച്ചിരുന്നത്. അച്ഛൻ MG വിജയകുമാറിന്റെ ഓർമ്മകൾ അക്ഷരങ്ങളായി നാടിന്റെ ആശ്രയമായി നിലനിൽക്കണമെന്ന ഒരു മകന്റെ സ്നേഹം നിറഞ്ഞ ആഗ്രഹം. സെന്റിന് 2.5 ലക്ഷം രൂപ വിലമതിക്കുന്ന 3.5 സെന്റ് ഭൂമിയും അംഗനവാടിയിലേക്കുള്ള റോഡിന് 3 സെന്റ് ഭൂമിയുമാണ് വിട്ടു നൽകിയത്. ഈ അംഗൻവാടി വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയും കൂടി ആകും എന്നുള്ളതാണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ തീരുമാനിച്ചത്. ആ നിലയിലേക്കാണ് ഇന്ന് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ട നിലയുണ്ടായി. കുട്ടികൾക്ക് ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ പഠിക്കാൻ പറ്റിയ, ആദ്യാക്ഷരം കുറിക്കാൻ പറ്റിയുള്ള സാഹചര്യം, അതോടൊപ്പം തന്നെ ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ ഉൾപ്പെടെയുള്ളതും ഏറ്റവും ഒരു സെന്ററായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയിലേക്ക് ഈ സ്ഥലം മാറുകയാണെന്നുള്ളതാണ്. ഭൂമി കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത് നൽകി. 20 ലക്ഷം രൂപ ചെലവിൽ അംഗനവാടി കെട്ടിടം നിർമ്മിക്കും. ജൂലൈ 7-ന് തറക്കല്ലിടും. 3 മാസത്തിനുള്ളിൽ തന്നെ കെട്ടിടം നിർമ്മിച്ച് നാടിന് സമർപ്പിക്കാനാണ് തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അച്ഛൻ്റെ ഓർമ്മയ്ക്കായി വിജേഷ് ചെയ്ത ഒരു നല്ല പ്രവൃത്തി, അത് എത്രത്തോളം കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് അവർക്കൊക്കെ എത്രത്തോളം വലിയൊരു അനുഗ്രഹമായി മാറുകയാണ് അല്ലേ. മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം ചേർന്നുണ്ട്. ഷഹീദ്, കണ്ണായ സ്ഥലമാണ്, ഇത് എന്തിനു വിട്ടു നൽകണം എന്നൊരു ചോദ്യമായിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ കേട്ടത്. പക്ഷേ അതൊന്നുമല്ല, താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നൊരു കാര്യമായിരിക്കും, അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത്. സന്ധ്യ, വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തുതോട്ടം എന്ന പ്രദേശത്ത് ഉള്ള അംഗൻവാടി ഏറെക്കാലമായി സ്വന്തം കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. വലിയ പ്രാരാബ്ധം, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവിടെയുള്ള കുട്ടികളും നാട്ടുകാരൊക്കെ അനുഭവിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV വിജേഷ് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നത്. തൻ്റെ കയ്യിലുള്ള ഭൂമി സ്വന്തമായി അംഗൻവാടി നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്ഥലം അത് വിട്ടു നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. കുറച്ചു മുൻപ് പിതാവ് മരിച്ചതാണ്. MV വിജയകുമാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി അങ്ങനെ ഒരു ഭൂമി വിട്ടു നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് 3 സെൻറ്റ് ഭൂമി അംഗൻവാടി കെട്ടിടത്തിനും 3.5 സെൻറ്റ് ഭൂമി അതിലേക്കുള്ള വഴിക്കുമായി വിട്ടുകൊടുക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് പ്രദേശത്തുകാർക്ക്. ഈ മാസം 7-ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. തറക്കല്ലിടൽ നടക്കും. 20 ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് സ്വന്തമായ ഒരു കെട്ടിടം അവിടെ നിർമ്മിച്ചു നൽകുന്നത്. നമുക്കറിയാം, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരികൾ, ഭരണകർത്താക്കളൊക്കെ പലപ്പോഴും ഈ അധികാരമൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രവണതയൊക്കെ പലപ്പോഴും ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോഴാണ് ആ പ്രസിഡന്റ് സ്വന്തം ഭൂമി, സ്വന്തം സ്വത്ത് ഇങ്ങനെ നാടിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കുന്നത്തുതോട്ടം എന്ന പ്രദേശം തൊട്ടടുത്തുള്ള കോളിച്ചാൽ ഉൾപ്പെടെയുള്ള ചില വലിയൊരു ഏരിയയിലുള്ള കുട്ടികൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അംഗൻവാടി എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, കുട്ടികൾ പഠിക്കുക മാത്രമല്ല, സ്ത്രീകളും ഗർഭിണികളും ഒക്കെയായ ആളുകൾക്കൊക്കെ അവരുടെ ഒരു ആശ്രയമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. സ്വന്തം പിതാവിൻ്റെ ഓർമ്മ ഇങ്ങനെ നാടിന് നന്മ ചെയ്ത് നിലനിർത്താൻ അദ്ദേഹം കാണിച്ച ഒരു ചിന്തയും വളരെ മാതൃകാപരമാണ്. തീർച്ചയായും ഷഹീദ്, എന്തായാലും വിജേഷ് ചെയ്ത ഒരു കാര്യം അത് അധികം ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ലേ. എന്തായാലും വിജേഷിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്.